പ്രണയശലഭങ്ങൾ ഭാഗം 43. അറിയണം, ആദിത്യനെല്ലാം അറിയണം. വാക്കുകൾ ഇടറിത്തുടങ്ങിയപ്പോൾ അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. വിരലുകൊണ്ട് പതിയെ ആ കണ്ണുനീർ തുള്ളികളെ ഒപ്പിയെടുത്ത ശേഷം അവൾ ആദിത്യൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. നീ പറഞ്ഞത് ശരിയാണ്. ഗൗരി നിന്നെ കണ്ടില്ലെന്ന് നടിച്ചു. ഈ നിൽക്കുന്ന ഞാനും നിന്നെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അതൊരിക്കലും നിന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല ആദി, മറിച്ച് നിന്നോടുള്ള സ്നേഹം കൊണ്ടായിരുന്നു. നീ ഒരിക്കലും വേദനിക്കരുതെന്ന് കരുതിയ നിന്നെ ഒന്നും അറിയിക്കാതിരുന്നത്. തൊട്ടും തൊടാതെയുമുള്ള അവളുടെ സംസാരത്തിൽ നിന്നും അവനൊന്നും വ്യക്തമായിരുന്നില്ല. നീ വളച്ചു കെട്ടാതെ കാര്യം പറയേണ്ട മീരെ. പറയാം. അന്ന് സംഭവിച്ചതെന്താണെന്ന് നീയും അറിയണം. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാനും ഗൗരിയെ കണ്ട് സത്യങ്ങളെല്ലാം തുറന്നു പറയാനുമായി ഗൗരിയെ അന്വേഷിച്ച് നയന ഇവരുടെ നാട്ടിലെത്തിയിരുന്നു. അവിടെ വെച്ച് അവൾ ഗൗരിയെ കാണുകയും ചെയ്ത തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് അവളോട് ക്ഷമ ചോദിക്കുകയും ചെയ്തതിന് ശേഷമാണ് അന്ന് അവിടെ നിന്നും മടങ്ങിപ്പോയത്. നിന്നോടുള്ള തെറ്റിദ്ധാരണകളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് നിന്നെ നേരിൽ കാണണമെന്ന് ഗൗരി അന്ന് മനസ്സിൽ ഉറപ്പിക്കുകയായിരുന്നു. പക്ഷേ വിധി അതിന് അനുകൂലമല്ലായിരുന്നു ആദി. നയന പോയതിന് പിന്നാലെ നിന്നെ കാണണമെന്ന ആഗ്രഹത്തോടെയാണ് അവൾ അന്ന് വീട്ടിൽ നിന്നും ഇറങ്ങാൻ ശ്രമിച്ചതെങ്കിലും അവൾ ചെന്നെത്തിയത് ഒരു വലിയ ദുരന്തത്തിലേക്കായിരുന്നു. ദുരന്തമോ? ഞെട്ടലോടെ ആദി കണ്ണുകൾ വിടർത്തി നിന്നു. അതെ, ശരിക്കും ഒരു ആക്സിഡന്റ്. മീരയ്ക്കൊപ്പം ഓർമ്മകളിലേക്ക് എത്തിപ്പിടിക്കാനുള്ള വ്യഗ്രതയിൽ അന്താളിച്ചുകൊണ്ട് അവരെല്ലാവരും സ്വയം മറന്നു നിന്നു. നയന പോയതിനു ശേഷം ആദിയേട്ടൻ്റെ അടുത്തേക്ക് എങ്ങനെയെങ്കിലും എത്തിപ്പെടണമെന്ന ചിന്ത മാത്രമായിരുന്നു അവളിലുണ്ടായിരുന്നത്. പക്ഷേ എന്തു പറഞ്ഞാണ് വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടതെന്ന ആശയക്കുഴപ്പത്തിലായിരുന്നു അവൾ. അല്പനേരത്തെ ചിന്തകൾക്കൊടുവിൽ അവളൊരു മാർഗം കണ്ടെത്തുകയും ചെയ്തു. കോളേജ് ലൈബ്രറിയിലെ ചില പുസ്തകങ്ങൾ തൻ്റെ കയ്യിലുണ്ടെന്നും അത് തിരിച്ചേൽപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്നും പറഞ്ഞു ധരിപ്പിക്കാമെന്നവൾ നിശ്ചയിച്ചുറപ്പിച്ചു. എങ്ങനെയെങ്കിലും ആദിയേട്ടനെ നേരിൽ കാണണമെന്ന് മാത്രമായിരുന്നു ആ മനസ്സപ്പോൾ ആഗ്രഹിച്ചിരുന്നത്. പിന്നീട് ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൾ വീണ്ടും കോളേജിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. വൈറ്റ് നിറത്തെ സിൽവർ മെറ്റൽ വർക്കിൽ ഡിസൈൻ ചെയ്തെടുത്ത ചുരിദാർ അണിഞ്ഞവൾ ദർപ്പണത്തിന് മുന്നിലേക്ക് ചെന്ന് നിന്നു. ഏറെ നാളുകൾക്ക് ശേഷം ആദിയേട്ടനെ നേരെ കാണാൻ പോകുന്ന ആവേശത്തോടെ അല്പസ്വല്പം ഒരുക്കമൊക്കെയാകാമെന്ന് അവൾക്കും തോന്നി. കുറച്ചു നിമിഷത്തെ ചില മിനുക്കുപണികൾക്ക് ശേഷം അവൾ റൂമിൽ നിന്നും പതിയെ പുറത്തേക്കിറങ്ങി. അത്യാവശ്യം ചില ബുക്കുകളെല്ലാം ബാഗിലേക്ക് എടുത്തു വെച്ച് തോളിൽ തൂക്കുകയും ചെയ്തു. കിച്ചണിലെ കാര്യമായ തിരക്കുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന അമ്മയിൽ നിന്നും പോകാനുള്ള അനുവാദം വാങ്ങിച്ചെടുത്തെങ്കിലും ഇത്രയും ദൂരം തനിച്ചു പോകേണ്ടെന്നായിരുന്നു അമ്മയുടെ നിർബന്ധം. തൽക്കാലം അതിന് സാധിക്കില്ലെന്ന് ഉറപ്പുള്ളതിനാൽ അമ്മയെ പറഞ്ഞ് സമാധാനിപ്പിച്ച് എങ്ങനെയെങ്കിലും പോയേ മതിയാകൂ എന്നവളും കരുതി. അമ്മയുടെ മുൻപിൽ കള്ളങ്ങൾ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുമ്പോഴും മനസ്സിലറിയാതെ ചില പ്രയാസങ്ങൾ അവൾ നേരിടുകയായിരുന്നു. എനിക്ക് വേറെ വഴിയില്ലെൻ്റെ കൃഷ്ണ എന്നുരുവിട്ടുകൊണ്ട് അമ്മയിൽ നിന്നും ഒരു വിധത്തിൽ എങ്ങനെയോ തനിച്ചു പോകാനുള്ള അനുവാദവും വാങ്ങിയെടുത്തവൾ പുറത്തേക്കിറങ്ങി. വീടിനോട് ചേർത്ത് നിർത്തിയിട്ടിരിക്കുന്ന തൻ്റെ നീല നിറത്തിലുള്ള സ്കൂട്ടിയിൽ അവൾ വേഗം ചെന്ന് കയറിയിരുന്നു. ഹെൽമെറ്റ് തലയിൽ ധരിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായി ശ്രമിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് അവളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഗൂഗിൾ മുന്നോട്ട് വന്നു നിന്നത്. കീ പോയിന്റിൽ നിന്നും ചാവി തിരിച്ചെടുത്തവൻ വണ്ടി മനഃപൂർവ്വം ഓഫ് ചെയ്തു. എവിടേക്കാ ഇത്ര ധൃതിയിൽ? അവൻ അല്പം ഗൗരവത്തോടെ ചോദിച്ചു. അത് പിന്നെ ഏട്ടാ, എനിക്ക് എൻ്റെ കോളേജ് വരെ ഒന്ന് പോകണമായിരുന്നു. അവിടുത്തെ ലൈബ്രറിയിലെ ചില ബുക്സ് എൻ്റെ കയ്യിൽ അറിയാതെ പെട്ടു. അതെനിക്ക് തിരിച്ചേൽപ്പിക്കണമായിരുന്നു. അവിടുന്ന് പോരുന്ന തിരക്കിനിടയിൽ ഞാനത് തിരിച്ചു കൊടുക്കാൻ മറന്നു ഏട്ടാ. പ്ലീസ് ഏട്ടാ, ഞാൻ പെട്ടെന്ന് പോയി തിരിച്ചെത്തിയേക്കാം പ്ലീസ്. തൽക്കാലം ബുക്സിൻ്റെ കാര്യം അവിടെ ഇരിക്കട്ടെ, അതൊക്കെ നമുക്ക് പിന്നീട് കൊടുത്തേക്കാം. ആദ്യം എൻ്റെ മോള് ഈ വണ്ടിയിൽ നിന്നൊന്ന് ഇറങ്ങ്. നീ ഇപ്പോൾ തൽക്കാലം എവിടെയും പോകുന്നില്ല ഏട്ടാ. അവൾ അല്പം ചിണുങ്ങലോടെ ഗോകുലിനെ നോക്കി. ഗൗരി, നിന്നോടാ ഞാൻ ഇറങ്ങാൻ പറഞ്ഞത്. പതിവിലും വ്യത്യസ്തമായി ഗോപുവേട്ടൻ പെരുമാറുന്നത് കണ്ടപ്പോൾ അവളെയും അത് വല്ലാണ്ട് അസ്വസ്ഥതയിലാഴ്ത്തി. അവളെ നിർബന്ധിച്ച് വണ്ടിയിൽ നിന്നും പിടിച്ചിറക്കിക്കൊണ്ടവൻ അകത്തേക്ക് കയറ്റാൻ ശ്രമിച്ചു. ഗോപുവേട്ടാ, എന്താ ഇത്? എൻ്റെ കയ്യിൽ നിന്ന് വിട്. ഏട്ടന് ഇതെന്താ പറ്റിയേ? എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഇതിനു മാത്രം എന്തപ്പം ഉണ്ടായേ? പെട്ടെന്ന് കയ്യിലുള്ള പിടുത്തം വിട്ടവൻ അവളുടെ മുഖത്തേക്കൊന്ന് കൂർപ്പിച്ചു നോക്കി. എന്താ ഉണ്ടായെന്ന് നിനക്കറിയണം അല്ലേ? എന്നാ കേട്ടോ. നീയും നിൻ്റെ ആ ഫ്രണ്ടും കൂടി സംസാരിച്ചതെല്ലാം ഞാനും കേട്ടു. ഈശ്വരനായിട്ടാ എനിക്കിതൊക്കെ അന്നേരം കേൾപ്പിച്ചു തന്നത്.
ഇത്രയൊക്കെ പ്രശ്നങ്ങളും കോളേജിൽ നിനക്ക് നേരിടേണ്ടി വന്നിട്ട് പോലും ഒരു വാക്ക് നിനക്ക് എന്നോട് പറയാൻ തോന്നിയില്ലല്ലോ ഗൗരി. ഇതുവരെ ഈ ഏട്ടനോട് നീ ഒന്നും മറച്ചു വെക്കില്ല എന്നായിരുന്നു എൻ്റെ വിശ്വാസം. പക്ഷേ ഇതെനിക്ക് ഒട്ടും സഹിക്കാനാവുന്നില്ല ഗൗരി. ഏട്ടാ വേണ്ട, കൂടുതലൊന്നും നീ ഇപ്പോൾ പറയണ്ട. നീ വളർന്നു വലിയ ആളായെന്നാണോ നിന്റെ വിചാരം? എന്നാൽ നീ തൽക്കാലം അങ്ങനെ കരുതണ്ട. നിന്റെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം എപ്പോഴും ഈ ഏട്ടനുണ്ട്. ഇനി മേലാൽ നീ ആ കോളേജിൻ്റെ പടി ചവിട്ടിയേക്കരുത്. വീട്ടിൽ വന്നു കയറിയവരെ അപമാനിച്ചു വിടുന്നത് ശരിയല്ല എന്ന് കരുതിയാ ഞാൻ അവളെ വെറുതെ വിട്ടത്. എന്ന് കരുതി എനിക്ക് പ്രതികരിക്കാൻ അറിയില്ല എന്നതല്ല അതിനർത്ഥം. ആ ആദ്യത്തിനെ എനിക്കൊന്ന് നേരി കാണണം, ചിലത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി. ഇത്രയും മനസാക്ഷി ഇല്ലാത്തവന്മാർ പഠിക്കുന്ന ആ കോളേജിലേക്ക് ഇനിയും നിന്നെ പറഞ്ഞുവിടാൻ ഞാൻ ഒരുക്കമല്ല. ഇതെൻ്റെ തീരുമാനാ. ചെല്ലു ഗൗരി, ഇവിടുന്ന് എങ്ങോട്ടും നീ പോകുന്നില്ല. ചെല്ലാൻ. ശാസനയുടെ സ്വരത്തിൽ അവൻ അവളെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചെങ്കിലും ഗൗരിയുടെ തീരുമാനത്തിന് യാതൊരു മാറ്റവും ഉണ്ടായില്ല. ഇല്ല ഏട്ടാ, എനിക്ക് പോയേ പറ്റൂ. ഈ ഗൗരിയുടെ വാശി ഏട്ടനും നന്നായി അറിയാവുന്നതല്ലേ. ഒരൊറ്റ തവണ എനിക്ക് ആദ്യേട്ടനെ ഒന്ന് കണ്ടേ തീരൂ. ചില തെറ്റിദ്ധാരണകളുടെ പേരിലാണ് അന്ന് ഞാൻ ആ കോളേജ് വിട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോന്നത്. എന്നാൽ അതൊന്നുമല്ല സത്യമെന്ന് തിരിച്ചറിഞ്ഞപ്പോഴേക്കും ഒരുപാട് വൈകിയേട്ടാ. നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായാൽ അതിന് സോറി പറയാൻ ശീലിക്കണമെന്ന് കുഞ്ഞുനാൾ തൊട്ടേ എന്നെ പഠിപ്പിച്ചു തന്നത് ഏട്ടൻ തന്നെയല്ലേ. ഇതും അത്രയുള്ളൂ. ആദ്യേട്ടനെ നേരിക്കണ്ട് എനിക്കൊരു സോറി പറയണം. ഇല്ലെങ്കിൽ ഈ ജന്മം എനിക്ക് ഒരിക്കലും സമാധാനം കിട്ടില്ലേട്ടാ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഏട്ടൻ എന്നെ തടയരുത്, പ്ലീസ്. ഏട്ടനെ മറികടന്ന് വീണ്ടും അവൾ പുറത്തേക്ക് പോകാനിറങ്ങി. പിന്നാലെ പിടിവിടാതെ ഗോപുവും അവൾക്കൊപ്പമുണ്ടായിരുന്നു. വീണ്ടും സ്കൂട്ടിയിൽ കയറാൻ ശ്രമിക്കുന്ന ഗൗരിയെ തിരിച്ചു വിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ശരി, ആദിത്യനോട് ഒരു സോറി പറഞ്ഞാലേ നിനക്ക് സമാധാനം കിട്ടുള്ളൂ എങ്കിൽ അങ്ങനെയാകട്ടെ. പക്ഷേ അത് നീ ഒറ്റയ്ക്ക് ചെന്ന് പറയാൻ ഞാൻ സമ്മതിക്കില്ല. നിന്റെ കൂടെ ഞാനും വരും. എൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് മാത്രമേ നിനക്ക് അവനോട് സംസാരിക്കാൻ പറ്റുള്ളൂ. ഇത് അനിയത്തിയോടുള്ള ഒരേട്ടൻ്റെ അധികാരമോ സ്വാർത്ഥതയോ ഭയമോ അങ്ങനെ എന്തു വേണമെങ്കിലുമായി നിനക്ക് കരുതാം. ഏട്ടാ. നിസ്സഹായതയോടെ അവൾ അവനെ നോക്കിയെങ്കിലും ഗോകുലിൻ്റെ മുഖത്ത് യാതൊരു ഭാവമാറ്റവും പ്രകടമായി തെളിഞ്ഞില്ല. കാർ പോർച്ചിൽ നിർത്തിയിട്ടിരുന്ന തൻ്റെ കാർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടവൻ ഗൗരിക്ക് മുൻപിലേക്ക് കൊണ്ടു ചെന്ന് നിർത്തി. ഡോറ് മലർക്കെ തുറന്ന് അവളെ അകത്തേക്ക് സ്വാഗതം ചെയ്തെങ്കിലും മുഖം വീർത്തുകെട്ടിയ ഭാവത്തോടെ നിൽപ്പുറപ്പിച്ച അവൾ വണ്ടിയിലേക്ക് കയറണോ വേണ്ടയോ എന്ന ആശയക്കുഴപ്പത്തോടെയാണ് ഗോകുലിൻ്റെ മുഖത്തേക്ക് നോക്കിയത്. എന്താ, കയറുന്നില്ലേ? വീണ്ടും ഗൗരവത്തോടെ അവൻ ചോദിച്ചു. നിനക്ക് താല്പര്യമില്ലെങ്കിൽ ഈ യാത്ര ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ ഞാൻ എപ്പോഴേ തയ്യാറാണ്. എന്താ, അങ്ങനെ മതിയോ? വീർത്തുകെട്ടിയ മുഖത്ത് അല്പം സൗമ്യത ഭാവിച്ചുകൊണ്ടവൾ കാറിനകത്തേക്ക് പതിയെ കയറിയിരുന്നു. സീറ്റ് ബെൽറ്റ് ഇട്ട് ശേഷം അവന് മുഖം കൊടുക്കാതെ ഗ്ലാസ് വിൻഡോയിലൂടെ അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു. അവളുടെ പിണക്കം കാര്യമാക്കാതെ ഗോകുൽ കാറിൻ്റെ സ്റ്റിയറിംഗ് തിരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തു. ഗൗരിക്കൊപ്പമുള്ള യാത്ര എപ്പോഴും ഗോകുലിന് ഹരമായിരുന്നു. വാ തോരാതെയുള്ള അവളുടെ സംസാരവും പ്രസൻസും ഉണ്ടെങ്കിൽ ആ യാത്രയെ ബോറിംഗായി അവനൊരിക്കലും തോന്നുകയില്ലായിരുന്നു. എന്നാൽ ഇന്ന് വീട്ടിൽ നിന്ന് കയറിയത് മുതൽ തന്നോടൊരക്ഷരം പോലും അവൾ മിണ്ടിയിട്ടില്ല. ഒരുപക്ഷെ ഇപ്പോൾ തൻ്റെ സാന്നിധ്യം അവൾ ആഗ്രഹിക്കാത്തത് കൊണ്ടായിരിക്കാം. അതോ തന്നെക്കാൾ ഏറെ പ്രാധാന്യം ഇന്ന് ആ ആദിത്യന് അവൾ നൽകുന്നത് കൊണ്ടായിരിക്കുമോ? മനസ്സിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട ആശങ്കകൾ അവനെ വല്ലാതെ നോവിപ്പിച്ചുകൊണ്ടിരുന്നു. എങ്കിലും അവളെ തനിച്ച് വിടാൻ ഒരിക്കലും തൻ്റെ ഈ മനസ്സ് അനുവദിക്കില്ലെന്ന് അവനും നന്നായി അറിയാമായിരുന്നു. ഇതേസമയം ചിന്തകൾക്കൊട്ടും കുറവ് ഗൗരിയും വരുത്തിയിരുന്നില്ല. ആദ്യേട്ടനെ തൻ്റെ ഗോപുവേട്ടൻ്റെ മുൻപിൽ പരിചയപ്പെടുത്തി കൊടുക്കണമെന്നത് താൻ ഒരുപാട് ആഗ്രഹിച്ച നിമിഷങ്ങളിലൊന്നായിരുന്നു. എന്നാൽ അതിനുള്ള സമയമോ സന്ദർഭമോ ഒന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല. സാഹചര്യങ്ങൾ അതിനെല്ലാം വഴിമാറുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു കൂടിക്കാഴ്ച താൻ ഒരിക്കലും ആഗ്രഹിക്കാത്തതുമാണ്. പക്ഷേ ഗോപുവേട്ടനെ ഇക്കാര്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനോ തനിച്ച് ചെന്ന് ആദ്യേട്ടനെ മീറ്റ് ചെയ്യാനോ തനിക്ക് കഴിയുന്നുമില്ല. തന്നോടുള്ള ഏട്ടൻ്റെ അമിതമായ സ്നേഹക്കൂടുതൽ ഒരുപക്ഷെ അവർ തമ്മിലുള്ള കൂടിക്കാഴ്ചയെ മറ്റൊരു പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിക്കുമോ ആവോ. പേടിയും സംശയവുമെല്ലാം ഇടകലർന്ന ചിന്തകളാലെ അവളുടെ മനസ്സും മൂടപ്പെട്ടിരുന്നതിനാൽ യാത്രയിലുടനീളം നിശബ്ദത തളം കെട്ടി നിൽക്കാൻ കാരണമായിത്തീർന്നു. അതിനിടയിൽ പെട്ടെന്നായിരുന്നു ഗോകുലിൻ്റെ ഫോൺ പോക്കറ്റിൽ കിടന്ന് റിങ് ചെയ്യാൻ തുടങ്ങിയത്.